വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ എന്നാത്മരോദനം കേൾക്കുനാഥ. സക്രാരി തന്നിൽ വാഴുന്ന ഈശോ എന്നാത്മരോദനം കേൾക്കുനാഥ. ഒരിക്കൽ സിസ്റ്റർ മാർസിയാനയോടൊന്നിച്ച് ഞാൻ അടുക്കളയിലായിരുന്നു. അവർ എന്നോട് അല്പം പരിഭവിക്കുകയും ശിക്ഷയായി മേശയിലിരിക്കാൻ പറയുകയും ചെയ്തു. അവർ തനിയെ ഉരയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ട് കഠിനമായ ജോലിയിലേർപ്പെട്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സിസ്റ്റേഴ്സ് ആ വഴി വന്നു. ഞാൻ മേശയിലിരിക്കുന്നത് കണ്ട് അതിശയപ്പെട്ടു. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമുണ്ടായിരുന്നു. ഒരാൾ എന്നെ ഒരു മടിച്ചിയായി മുദ്രകുത്തി. മറ്റൊരാൾ എന്നെ സ്ഥിരബുദ്ധിയില്ലാത്തവളായി പ്രഖ്യാപിച്ചു. ആ സമയത്ത് ഞാൻ ഒരർത്ഥിനിയായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു, ഇവൾ എപ്രകാരമുള്ള ഒരു സിസ്റ്ററായി തീരും. എന്നിട്ടും എനിക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചില്ല. കാരണം അനുസരണമെന്ന പുണ്യത്തിന് കീഴിലാണ് സിസ്റ്റർ എന്നോടത് ആവശ്യപ്പെട്ടത്. അതിനാൽ അവർ പറയാതെ താഴെ ഇറങ്ങാൻ സാധ്യമല്ലായിരുന്നു. യഥാർത്ഥത്തിൽ എത്രമാത്രം ശൂന്യവൽക്കരണം ഇതിനാവശ്യമായിരുന്നെന്ന് ദൈവം മാത്രം അറിയുന്നു. നാണക്കേടുകൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്നെനിക്ക് തോന്നി. എന്റെ ആന്തരിക രൂപീകരണത്തിന് ദൈവം പലപ്പോഴും ഇതനുവദിച്ചിരുന്നു. എന്നാൽ പിന്നീട് വലിയ സമാശ്വാസങ്ങൾ നൽകി ഈ എളിമപ്പെടുത്തലുകൾക്ക് പ്രതിഫലം നൽകിയിരുന്നു. ആരാധനാ സമയത്ത് പ്രഭാപൂർണനായി അവിടുത്തെ ഞാൻ കണ്ടു. ദയാവായ്പോടെ എന്നെ നോക്കി അരുൾ ചെയ്തു, എൻ്റെ മകളെ, സഹനത്തെ നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരിക്കൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഛായാപടം വരയ്ക്കുന്നത് സംബന്ധിച്ച് ഞാൻ ആത്മാവിൽ വളരെ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും മിഥ്യാദർശനങ്ങളാണെന്ന് അവർ നിരന്തരം എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് ചിന്തിച്ച് ഞാൻ വലഞ്ഞു. മറ്റൊരു വശത്ത് ഒരുപക്ഷെ ഈ ചിത്രം വഴി ദൈവം ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നും അതിനാൽ അത് വരപ്പിച്ചെടുക്കാൻ ശ്രമിക്കണമെന്നും ഒരു വൈദികൻ പറഞ്ഞു. അപ്പോഴേക്കും എന്റെ ആത്മാവ് തീർത്തും അവശതയിലായി. ഞാൻ ആ ചെറിയ ചാപ്പലിൽ പ്രവേശിച്ച് എന്റെ ശിരസ് സക്രാരിയോട് ചേർത്ത് വെച്ച് മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോയെ, ഈ ചിത്രം വരയ്ക്കുന്നതിന് ഞാൻ എത്രമാത്രം പ്രയാസം സഹിക്കുന്നുവെന്ന് കാണുക. സക്രാരിയിൽ നിന്ന് ഞാൻ ഒരു സ്വരം കേട്ടു, എൻ്റെ മകളെ, നിന്റെ സഹനങ്ങൾ അധികകാലം നീണ്ടു നിൽക്കുകയില്ല.